ഇന്ത്യയുടെ അയൽരാജ്യമായ ബർമ അല്ലെങ്കിൽ മ്യാൻമാർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമായി അറിയപ്പെടുന്നു. ബർമയുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 2% മുസ്ലിങ്ങൾ മാത്രമേ ആ രാജ്യത്ത് താമസിക്കുന്നുള്ളൂ എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 10% മുസ്ലിങ്ങൾ ബർമയിലുണ്ട് എന്നാണ് അമേരിക്കയുടെ ആഭ്യന്തര വകുപ്പ് കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങളുണ്ടെങ്കിലും വടക്ക് ഭാഗത്തുള്ള റാഖൈൻ സംസ്ഥാനത്തിലെ മുസ്ലിങ്ങളാണ് പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി സംഘർഷത്തിലായത്. ബർമയിൽ കൂടുതലും ബുദ്ധമത വിശ്വാസികളായതുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങളുടെ ജീവിതശൈലിയുമായി യോജിച്ചു പോകുവാൻ വളരെ പ്രയാസമുണ്ട്. വലിയ പെരുന്നാൾ സമയത്ത് മുസ്ലിങ്ങൾ മൃഗബലി നടത്തുന്നത് ബുദ്ധമത വിശ്വാസികൾ അംഗീകരിക്കാത്തതുകൊണ്ട് തുടക്കം മുതലേ ഈ സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ വിദേശ ഭരണത്തിനെതിരായി ബുദ്ധസന്യാസികൾ നടത്തിയ സമരങ്ങൾ പലതും ബംഗാളി വിരുദ്ധ സമരമായും മുസ്ലിം വിരുദ്ധ സമരമായും മാറുകയുണ്ടായി. 62 വർഷം മുമ്പ് ബർമയിൽ പട്ടാള വിപ്ലവം ഉണ്ടായതോടുകൂടി മുസ്ലിങ്ങളുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലായി. ഹജ്ജിന് പോകാനുള്ള അനുവാദം നിഷേധിക്കുകയും പിന്നീട് വെട്ടിച്ചുരുക്കുകയും ചെയ്തു. ബർമയിലെ ബുദ്ധമത വിശ്വാസികൾ കൂടുതലായും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായ അക്രമങ്ങളാണ് നടത്തുന്നത്. പല അക്രമ പ്രവർത്തനങ്ങളിലും ബുദ്ധസന്യാസികൾ നേതൃപദവിയിൽ കാണപ്പെടുന്നുമുണ്ട്. പല മുസ്ലിം ഗ്രാമങ്ങളും ആക്രമിക്കപ്പെടുകയും മുസ്ലിം പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ബുദ്ധമത വിശ്വാസികളായ ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളെ ആക്രമിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതുമായ പരാതികളും ഉണ്ടായിട്ടുണ്ട്. പല കലാപങ്ങളിലും മുസ്ലിങ്ങളും ബുദ്ധമത വിശ്വാസികളും സന്യാസികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഗ്രാമങ്ങൾ പൂർണ്ണമായും തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥയിലാണ് കലാപങ്ങൾ അവസാനിക്കാറുള്ളത്. അടുത്ത കാലത്തായി റാഖൈൻ പ്രദേശത്തുള്ള മുസ്ലിം ഗ്രാമങ്ങളിലെ കടകളും പള്ളികളും വീടുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബർമയിലെ പട്ടാളം തന്നെ റാഖൈൻ പ്രദേശത്ത് പ്രവേശിക്കുകയും ഔദ്യോഗികമായ അനുവാദത്തോടുകൂടി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. അതോടുകൂടി റോഹിംഗ്യ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. പല അന്താരാഷ്ട്ര സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും റാഖൈൻ പ്രദേശത്തുള്ള പട്ടാള നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണ് ബർമീസ് ഭരണകൂടം. ബർമയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആങ് സാൻ സൂയിയുടെ ഗവൺമെന്റും ഇക്കാര്യത്തിൽ പട്ടാളത്തോട് യോജിച്ച നിലപാടാണ് എടുത്തിട്ടുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗമായി റോഹിംഗ്യ അഭയാർത്ഥികൾ മാറുന്നത് അങ്ങനെയാണ്. ബർമയിൽ മുസ്ലിങ്ങൾക്കും ബുദ്ധമത വിശ്വാസികൾക്കും 2 തരം ഐഡന്റിറ്റി കാർഡുകളാണ്. ചുവപ്പ് നിറമുള്ള ഐഡന്റിറ്റി കാർഡുകൾ ബുദ്ധമത വിശ്വാസികൾക്ക് മാത്രമേ നൽകാറുള്ളൂ. മുസ്ലിങ്ങൾക്ക് വെള്ള നിറമുള്ള ഐഡന്റിറ്റി കാർഡുകളാണ് നൽകുന്നത്. അതിനർത്ഥം അവർ വിദേശികളാണ് എന്നാണ്. റോഹിംഗ്യകൾക്ക് വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ ഉള്ള അവകാശം ബർമയിൽ നിഷേധിക്കപ്പെട്ടിരുന്നു. റോഹിംഗ്യ വംശജർ ബംഗ്ലാദേശ് സ്വദേശികളാണെന്നും അവരെല്ലാവരും രാജ്യം വിട്ടു പോകണമെന്നും ഗവൺമെന്റ് നിർബന്ധം പിടിച്ചു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ എത്തിച്ചേരുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കുവാൻ ബംഗ്ലാദേശിന് സാധിക്കാതെ വരികയും ചെയ്തു. 40,000-ഓളം റോഹിംഗ്യ അഭയാർത്ഥികൾ ഇന്ത്യയിലും കടന്നുകൂടിയിട്ടുണ്ട്.